ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ നിരവധി ആളുകൾ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ഇന്ത്യ ഗേറ്റിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ പ്രതിഷേധം തടയാനായിട്ട് വൻ പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ വിന്യസിച്ചത്. കാരണം ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കുടുംബവും കുട്ടികളുമൊക്കെയായിട്ട് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ പ്രതിഷേധം നടത്താൻ സാധിക്കില്ല എന്നാണ് പോലീസ് നിലപാട്. നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ വേണമെങ്കിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള, കോടതി അനുവദിച്ചിട്ടുള്ള ജന്തർ മന്ദറിൽ പോയി പ്രതിഷേധിക്കാമെന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആ പ്രതിഷേധം, ആ പോലീസിന്റെ വിലക്ക് മറികടന്നുകൊണ്ട് നിരവധി ആളുകളാണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് സ്ത്രീകളും യുവാക്കളും എല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. തങ്ങൾക്ക് നല്ല വായു ശ്വസിക്കാനുള്ള ഒരു അവസരം ഡൽഹിയിൽ ഉണ്ടാകണം. എല്ലാ വർഷവും നിരന്തരമായിട്ട് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള വായു മലിനീകരണമാണ്. ആ സമയത്തെല്ലാം സർക്കാരുകൾ വിവിധ ആളുകളെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിരവധി ആളുകൾ ഈ വായു ശ്വസിച്ച് ഡൽഹിയിലടക്കം മരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. പ്രമുഖർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയത്. അതുകൊണ്ട് ഏതെങ്കിലും പാർട്ടിയോ സംഘടനകളോ ഒന്നുമല്ല, യുവാക്കളാണ്, ഭൂരിഭാഗം യുവാക്കളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. ശൈത്യകാലം ആരംഭിക്കുന്നതേ ഉള്ളൂ. ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലേക്ക് പോകുന്നു. ഇത് ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. വളരെ മോശം നിലയിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക. ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്തേക്ക് വായു മലിനമായിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു തരത്തിലും ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിരവധി ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കും. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ശ്വാസ സംബന്ധമായ അസുഖങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നുണ്ട്. ഇനിയും അത് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ കൂട്ടായ്മകളുടെ, അതായത് ഈ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഡൽഹി ഇന്ത്യ ഗേറ്റിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് നിരവധി ആളുകൾ എത്തുകയും ചെയ്തത്. ഈ പ്രതിഷേധം പോലീസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിനെ നേരിടാനായിട്ട് വലിയ രീതിയിലുള്ള സന്നാഹത്തെ തന്നെ ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഡൽഹി പോലീസിന്റെ വാഹനങ്ങളാണ് ആളുകളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനായിട്ട് ഡൽഹി പോലീസ് ഇന്ത്യ ഗേറ്റിൽ ഒരുക്കിയിരിക്കുന്ന, അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന വാഹനങ്ങളാണ്. നിലവിൽ സമാധാനപരമായിട്ടാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗേറ്റിന്റെ ഒരു വശത്തേക്ക് പോലീസ് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ പ്രതിഷേധം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു സൈഡിലേക്ക് ആരെയും അനുവദിക്കുന്നില്ല. പകരം മറ്റൊരു സൈഡിലാണ് ആളുകൾക്ക് ഇന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് പ്രവേശനമുള്ളത്. പോലീസ് എന്തായാലും ഇവിടെ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വലിയ പ്രതിഷേധങ്ങളൊന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല. വലുതും ചെറുതുമായിട്ടുള്ള ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ അനുവദിക്കില്ല. കാരണം അത് കോടതി അനുവദിക്കുന്നില്ല, സർക്കാർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ജന്തർ മന്ദറാണ്. ജന്തർ മന്ദറിൽ പോയി നിങ്ങൾക്ക് പ്രതിഷേധിക്കാം എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഡൽഹിയിൽ നടത്തിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഡൽഹി പോലീസ് ഉള്ളത്. വായുഗുണ നിലവാരം ഇനിയും മോശമാകാൻ പോവുകയാണ്. കാരണം തണുപ്പ് ആരംഭിച്ചാൽ ഇതിൽ കൂടുതൽ വായുമലിനീകരണം രൂക്ഷമായി തന്നെ തുടരും. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നിലവിൽ വലിയ നിയന്ത്രണങ്ങൾ ഡൽഹി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി നിരവധി ആളുകൾ, യുവാക്കളും സ്ത്രീകളും എല്ലാം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. പോലീസ് എന്തായാലും ഈ പ്രതിഷേധം തടയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരിഫ് മുഹമ്മദിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.